ജാവയുടെ മറ്റൊരു പവർഫുൾ കൺസെപ്റ്റായ മൾട്ടി ത്രെഡിങ്ങിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ. നമുക്കറിയാം, മോഡേൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആയ വിൻഡോസ്, ലിനക്സ് എന്നിവയൊക്കെ മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. ഒരേ സമയം മൾട്ടിപ്പിൾ ജോബ്സ് കൺകറന്റ്ലി എക്സിക്യൂട്ട് ചെയ്യുക എന്നതാണ് മൾട്ടി ടാസ്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രോഗ്രാമിംഗ് എക്സ്റ്റൻഷനാണ് മൾട്ടി ത്രെഡിംഗ്. സാധാരണ രീതിയിൽ നാം അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നീ 4 അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം എഴുതിയെന്ന് വിചാരിക്കുക. ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നാം ഏത് ഓർഡറിലാണോ നമ്മുടെ അരിത്തമെറ്റിക് ഓപ്പറേഷൻ കൊടുത്തത് ആ ഓർഡറിലായിരിക്കും അവ എക്സിക്യൂട്ട് ചെയ്യപ്പെടുക. ആദ്യം നാം അഡീഷൻ ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ആദ്യം അഡീഷൻ പെർഫോം ചെയ്യും, അതിനുശേഷം സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യും, അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻ, അവസാനം ഡിവിഷൻ പെർഫോം ചെയ്യും. അതായത് നമ്മുടെ എക്സിക്യൂഷൻ പാരലലി അല്ല നടക്കുന്നത്, സീക്വൻഷ്യലി ആണ് നടക്കുന്നത്. ഒരിക്കലും അഡീഷൻ പെർഫോം ചെയ്യുന്ന സെയിം ടൈം തന്നെ സബ്ട്രാക്ഷനോ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ പെർഫോം ചെയ്യുകയില്ല. ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മറ്റൊരു ടാസ്ക്, ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിന് തൊട്ടടുത്ത ടാസ്ക്, ആ രീതിയിലാണ് എക്സിക്യൂഷൻ നടക്കുക. ചില സമയങ്ങളിൽ നമുക്ക് മൾട്ടിപ്പിൾ ടാസ്കിനെ സൈമൾട്ടേനിയസ്ലി എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. ഈ സമയങ്ങളിൽ മൾട്ടി ത്രെഡിംഗ് എന്ന കൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഈ 4 ഓപ്പറേഷനെയും 4 ത്രെഡ്സ് ആയി ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവ 4ഉം നമുക്ക് പാരലലി, അതായത് കൺകറന്റ്ലി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഒരു സിമ്പിൾ പ്രോഗ്രാമിനെ പോലെ ഓരോ ത്രെഡിനും ഒരു ബിഗിനിങ് ഉണ്ട്, ഒരു കൺട്രോൾ ഫ്ലോ ഉണ്ടാകും, ഒരു എൻഡും ഉണ്ടാകും. ഇതുവരെ നാം ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾ പ്രോഗ്രാം ഒക്കെ ഒരു സിംഗിൾ ത്രെഡഡ് പ്രോഗ്രാമിന് എക്സാമ്പിൾ ആണ്. കാരണം ആ പ്രോഗ്രാമുകളിലൊക്കെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ മെത്തേഡിനുള്ളിലാണ്. മെയിൻ മെത്തേഡിലെ സ്റ്റേറ്റ്മെന്റ് സീക്വൻഷ്യലി എക്സിക്യൂട്ട് ആയതിനു ശേഷം മെയിൻ മെത്തേഡിന്റെ എൻഡിൽ നിന്ന് നാം എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു. അതായത് ഒരു സ്റ്റാർട്ട് ഉണ്ട്, ഒരു കൺട്രോൾ ഫ്ലോ ഉണ്ട്, ഒരു എക്സിറ്റ് പോയിന്റ് ഉണ്ട്. സോ അവയെ നമുക്കൊരു സിംഗിൾ ത്രെഡഡ് പ്രോഗ്രാം എന്ന് വിളിക്കാവുന്നതാണ്. ജാവ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പാരലലി എക്സിക്യൂട്ട് ചെയ്യുന്ന മൾട്ടിപ്പിൾ ഫ്ലോ ഓഫ് കൺട്രോൾ ഉള്ള പ്രോഗ്രാംസിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ പാരലലി എക്സിക്യൂട്ട് ചെയ്യുന്ന ഓരോ കൺട്രോൾ ഫ്ലോയെയും ത്രെഡ് എന്ന രീതിയിൽ നമുക്ക് കാണാവുന്നതാണ്. 4 ത്രെഡ്സ് സൈമൾട്ടേനിയസ്ലി എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെയുള്ളത്. ഇതിൽ മെയിൻ മെത്തേഡ് മൊഡ്യൂളാണ് മെയിൻ ത്രെഡിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ മെയിൻ ത്രെഡാണ് ബാക്കിയുള്ള ത്രെഡ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. തന്നിരിക്കുന്ന ഫിഗറിൽ ത്രെഡ് എ, ത്രെഡ് ബി, ത്രെഡ് സി എന്നീ 3 ത്രെഡ്സും ഒരു മെയിൻ ത്രെഡുമാണുള്ളത്. മെയിൻ ത്രെഡ് ചൈൽഡ് ത്രെഡ്സ് ആയ ത്രെഡ് എ, ബി, സി എന്നിവയെ ക്രിയേറ്റ് ചെയ്യുന്നു. ഒരിക്കൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ത്രെഡും പാരലലി എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ പാരലലി എക്സിക്യൂട്ട് ചെയ്യുന്ന ത്രെഡ്സ് സിസ്റ്റത്തിന്റെ സെയിം റിസോഴ്സ് തന്നെയായിരിക്കും പരസ്പരം ഷെയർ ചെയ്യുക. ഓരോ ത്രെഡ്സും റിസോഴ്സിനെ ആവശ്യാനുസരണം ഉപയോഗിക്കുകയും റിലീസ് ചെയ്യുകയും ചെയ്യും. കൂടാതെ നമുക്കറിയാം, എല്ലാ എക്സിക്യൂഷനും ചെയ്യുന്നത് പ്രോസസ്സറാണ്. കറന്റ്ലി ഏത് പ്രോഗ്രാമാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് പ്രോസസ്സറാണ്. സോ പ്രോസസ്സർ ആദ്യം ഒരു ത്രെഡിന് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യും. അതിനുശേഷം ഒരു നിശ്ചിത ടൈം ഇന്റർവെല്ലിന് ശേഷം ഈ റിസോഴ്സസ് മറ്റൊരു ത്രെഡിന് കൈമാറും. അങ്ങനെ റിസോഴ്സസ് പരസ്പരം ഷെയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. ത്രെഡ്സിനെ ലൈറ്റ് വെയ്റ്റ് പ്രോസസ് എന്നും കൂടി വിളിക്കാറുണ്ട്. കുറേ ത്രെഡ്സുകൾ കൂടി ചേർന്നതാണ് ഒരു പ്രോസസ്. ഒരു പ്രോസസ്സിനെ വേണമെങ്കിൽ ഒന്നോ അതിൽ കൂടുതലോ ഉള്ള ത്രെഡ്സ് എന്ന രീതിയിൽ നമുക്ക് കാണാവുന്നതാണ്. ഓരോ പ്രോസസ്സിനും മിനിമം ഒരു ത്രെഡെങ്കിലും ഉണ്ടായിരിക്കുകയും ചെയ്യും. ഈ വ്യൂ പോയിന്റിലാണ് ത്രെഡിനെ ലൈറ്റ് വെയ്റ്റ് പ്രോസസ് എന്ന് വിളിക്കുന്നത്. സോ
ജാവയുടെ ഒരു പവർഫുൾ പ്രോഗ്രാമിംഗ് പാരാഡിഗമാണ് മൾട്ടി ത്രെഡിംഗ് എന്നത്. മൾട്ടി ത്രെഡിംഗ് എന്ന കൺസെപ്റ്റ് പ്രോഗ്രാമറെ സൈമൾട്ടേനിയസ്ലി മൾട്ടിപ്പിൾ ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഒരു ലാർജ് പ്രോഗ്രാമിനെ നമുക്ക് ചെറിയ ചെറിയ ത്രെഡ്സ് ആയി ഡിവൈഡ് ചെയ്യാവുന്നതാണ്. നാം പറഞ്ഞു ത്രെഡ്സ് പാരലലി ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന്. ഇവിടെ പാരലൽ എന്നതുകൊണ്ട് സെയിം ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നതല്ല ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ഒരു കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്ങിലൂടെയാണ് ഈ പാരലൽ എക്സിക്യൂഷൻ പ്രോസസർ പോസിബിൾ ആക്കുന്നത്. ഒരു ചെറിയ ടൈം സ്ലൈസിൽ ഒരു ത്രെഡിന്റെ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യും. ആ ടൈം സ്ലൈസ് ഇലാപ്സ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ത്രെഡ്, ഈ രീതിയിൽ ഓരോ ത്രെഡിനും പ്രോസസറിന്റെ അറ്റൻഷൻ ഡിഫറൻറ്റ് ടൈമിലായിരിക്കും ലഭിക്കുക. പക്ഷേ പ്രോസസർ ഒരു ഹൈ ഫാസ്റ്റ് ഡിവൈസ് ആയതുകൊണ്ട് ഈ ടൈം ഗ്യാപ്പ് വെറും മില്ലി സെക്കൻഡ്സ് ആയിരിക്കും. സോ യൂസറെ സംബന്ധിച്ചിടത്തോളം അവ പാരലൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു എഫക്റ്റ് ആണ് ഉണ്ടാവുക. അതാണ് കൺകറന്റ് അല്ലെങ്കിൽ പാരലൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജാവയെ സംബന്ധിച്ചിടത്തോളം ജാവയുടെ ഇന്റർപ്രറ്റർ ആണ് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് പോസിബിൾ ആക്കുന്നത്. സോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, മൾട്ടിപ്പിൾ ടാസ്കിനെ പാരലായി പെർഫോം ചെയ്യാൻ വേണ്ടി ത്രെഡ് നമ്മെ സഹായിക്കുന്നു. ത്രെഡ്സിനെ ലൈറ്റ് വെയ്റ്റ് പ്രോസസ് എന്ന് കൂടി വിളിക്കാറുണ്ട്. കാരണം പ്രോസസ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ ത്രെഡ്സ് വളരെ കുറച്ച് റിസോഴ്സസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. കൂടാതെ പ്രോസസ്സിനെ സംബന്ധിച്ചിടത്തോളം കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ഒരു ടിഡിയസ് ടാസ്ക് ആണ്. അതേസമയം ത്രെഡ്സിൽ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ഈസിയായി നമുക്ക് പോസിബിൾ ആണ്. കൂടാതെ ഓരോ പ്രോസസ്സും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കോംപ്ലക്സ് മെക്കാനിസംസ് ഉപയോഗിച്ചാണ്. പക്ഷേ ത്രെഡ്സിൽ ഇന്റർ ത്രെഡ്സ് കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പത്തിൽ നമുക്ക് പെർഫോം ചെയ്യാവുന്നതാണ്. ഒരു OSന്റെ വ്യൂ പോയിന്റിൽ കാണുകയാണെങ്കിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നത് മൾട്ടിപ്പിൾ പ്രോസസ്സുകൾ വർക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇതിൽ ഓരോ പ്രോസസ്സിനെയും മൾട്ടിപ്പിൾ ത്രെഡ്സിന്റെ ഒരു കോമ്പിനേഷൻ എന്ന രീതിയിൽ നമുക്ക് കാണാം. ഓരോ ത്രെഡ്സിനും അതിൻ്റെതായ പ്രയോറിറ്റി ഉണ്ടാകും. ഈ പ്രയോറിറ്റിക്ക് അനുസരിച്ചാണ് CPU-യുടെ അറ്റൻഷൻ അതിന് ലഭിക്കുക. ഓരോ ത്രെഡ്സും എക്സിക്യൂഷന്റെ ഓരോ സമയത്തും ഡിഫറൻറ്റ് സ്റ്റേറ്റ്സിലായിരിക്കും. ഒരുപക്ഷെ ഒരു ത്രെഡ് ന്യൂ ബോൺ സ്റ്റേറ്റിലായിരിക്കാം, അല്ലെങ്കിൽ റണ്ണിങ് സ്റ്റേറ്റിലായിരിക്കാം, റണ്ണബിൾ സ്റ്റേറ്റിലായിരിക്കാം. അങ്ങനെ ഡിഫറൻറ്റ് സ്റ്റേറ്റ്സിലായിരിക്കും ഒരു സ്പെസിഫിക് ടൈമിൽ ഓരോ ത്രെഡ്സും ഉണ്ടാവുക. ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ത്രെഡ്സിനെയാണ് നാം ഡൈമൾ ത്രെഡ്സ് എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം ഓരോ മനുഷ്യനും അവൻ്റെ ജീവിത കാലയളവിൽ വിവിധങ്ങളായ സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്നത്. ആദ്യം നാം ഒരു ന്യൂ ബോൺ ബേബി ആകും. അതിനുശേഷം അവൻ അതിൻ്റെ കുട്ടിക്കാലത്തിലേക്ക് കടക്കും, പിന്നെ യൗവനത്തിലേക്ക് കടക്കും, അങ്ങനെ അവസാനം വാർദ്ധക്യത്തിലെത്തും. അതുപോലെ തന്നെ ഓരോ ത്രെഡിനും അതിൻ്റെ ലൈഫ് ടൈമിൽ ഓരോ സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിനെയാണ് നാം ത്രെഡ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. മെയിനായി 5 സ്റ്റേജസ് ആണ് ത്രെഡ്സിനുള്ളത്. ന്യൂ ബോൺ സ്റ്റേറ്റ്, റണ്ണബിൾ സ്റ്റേറ്റ്, റണ്ണിങ് സ്റ്റേറ്റ്, ബ്ലോക്ക്ഡ് സ്റ്റേറ്റ്, ഡെഡ് സ്റ്റേറ്റ് എന്നിവയാണവ. ഇതിൽ ന്യൂ ബോൺ സ്റ്റേറ്റിനെ ഒരു ന്യൂ ബോൺ ബേബി ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. റണ്ണബിൾ എന്ന സ്റ്റേറ്റിനെ വേണമെങ്കിൽ നമ്മുടെ ബാല്യകാലവുമായി കമ്പയർ ചെയ്യാം. റണ്ണിങ് സ്റ്റേറ്റിനെ നമ്മുടെ യൗവനകാലമായും, ബ്ലോക്ക്ഡ് സ്റ്റേറ്റിനെ നമ്മുടെ വാർദ്ധക്യകാലമാവും, ഡെഡ് സ്റ്റേറ്റിനെ നമ്മുടെ ഡെത്ത് ആയും നമുക്ക് കാണാവുന്നതാണ്. ഒരു ത്രെഡ് ക്രിയേറ്റ് ചെയ്ത ഉടനെ ഉണ്ടാകുന്ന സ്റ്റേറ്റ് ആണ് ന്യൂ ബോൺ സ്റ്റേറ്റ്. ന്യൂ ബോൺ സ്റ്റേറ്റിലുള്ള ഒരു ത്രെഡിനെ റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് എന്ന മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് സ്റ്റാർട്ട് എന്ന മെത്തേഡ് ഉപയോഗിച്ച് ന്യൂ ബോൺ സ്റ്റേറ്റിലുള്ള ഒരു ത്രെഡിനെ നമുക്ക് റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഒരു ത്രെഡ് റണ്ണബിൾ സ്റ്റേറ്റിലാണ് ഉള്ളത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ ത്രെഡ് എക്സിക്യൂഷന് റെഡിയായി കഴിഞ്ഞു, പക്ഷേ അതിന് എക്സിക്യൂഷൻ പെർഫോം ചെയ്യാൻ ആവശ്യമായ റിസോഴ്സുകളൊന്നും അലോക്കേറ്റ് ചെയ്തിട്ടില്ല. ആ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുന്നു എന്നാണ്.
ഒരു ത്രെഡിന് എപ്പോഴാണോ പ്രോസസ്സറിന്റെ അറ്റൻഷൻ ലഭിക്കുന്നത്, അതായത് എപ്പോഴാണോ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നത്, അപ്പോൾ റണ്ണബിൾ സ്റ്റേറ്റിലുള്ള ത്രെഡ് റണ്ണിങ് സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. റണ്ണിങ് സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ ത്രെഡ് അതിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും, അതിന് ചെയ്യേണ്ട ടാസ്ക് പെർഫോം ചെയ്യും. നാം പറഞ്ഞു, ഒരു സെർട്ടൈൻ ടൈം സ്ലൈസ് മാത്രമേ ഓരോ ത്രെഡിനും പ്രോസസ്സർ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാകും. ആ ടൈം സ്ലൈസിനുള്ളിൽ ത്രെഡ് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ റണ്ണിങ് സ്റ്റേറ്റിലുള്ള ത്രെഡ് ഡെഡ് സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അഥവാ എക്സിക്യൂഷൻ ഇനിയും കംപ്ലീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ടൈം സ്ലൈസ് കഴിഞ്ഞ ഉടനെ റണ്ണിങ് സ്റ്റേറ്റിലുള്ള ത്രെഡ് തിരിച്ച് റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഏതെങ്കിലും കാരണവശാൽ യൂസർക്ക് ഫോഴ്സ്ഫുള്ളി റണ്ണിങ് സ്റ്റേറ്റിലുള്ള ത്രെഡിനെ റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഈൽഡ് എന്ന മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ എപ്പോഴൊക്കെയാണോ പ്രോസസ്സറിന്റെ അറ്റൻഷൻ ലഭിക്കുന്നത് ആ സമയത്തൊക്കെ ത്രെഡ്സ് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം അത് അതിന്റെ ഊഴത്തിനായി കാത്തു നിൽക്കും. ആ സമയത്ത് പ്രോസസ്സർ മറ്റൊരു ത്രെഡിനെ എക്സിക്യൂട്ട് ചെയ്യും. എഗെയിൻ അതിന്റെ ടൈം സ്ലൈസ് കഴിഞ്ഞ ഉടനെ ആ ത്രെഡും റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഈ കാര്യങ്ങൾ നടക്കും. റണ്ണിങ് സ്റ്റേറ്റിലോ റണ്ണബിൾ സ്റ്റേറ്റിലോ ഉള്ള ഒരു ത്രെഡിനെ സസ്പെൻഡ്, സ്ലീപ്പ്, വെയിറ്റ് എന്നീ 3 മെത്തേഡ്സ് ഉപയോഗിച്ച് നമുക്കതിനെ ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടാം. ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലുള്ള ഒരു ത്രെഡിനെ ഒരിക്കലും CPU-യുടെ ഷെഡ്യൂളർ കൺസിഡർ ചെയ്യുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവയ്ക്ക് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യപ്പെടുകയുമില്ല. അതായത് ഐഡിയൽ സ്റ്റേറ്റിലുള്ള അല്ലെങ്കിൽ നോൺ റണ്ണബിൾ ആയിട്ടുള്ള ത്രെഡിന്റെ സ്റ്റേറ്റിനെയാണ് ബ്ലോക്ക്ഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സസ്പെൻഡ് എന്ന മെത്തേഡ് ഉപയോഗിച്ചാണ് നാം ത്രെഡിനെ ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതെങ്കിൽ ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലുള്ള ത്രെഡിനെ തിരിച്ച് റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ റെസ്യൂം എന്ന മെത്തേഡാണ് നാം ഉപയോഗിക്കേണ്ടത്. അതായത് സസ്പെൻഡ് എന്ന മെത്തേഡ് ഉപയോഗിച്ച് ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ഒരു ത്രെഡ് റെസ്യൂം എന്ന മെത്തേഡ് ഉപയോഗിച്ചാൽ മാത്രമേ റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുകയുള്ളൂ. സ്ലീപ്പ് എന്ന മെത്തേഡ് ഉപയോഗിച്ചാണ് ഒരു ത്രെഡിനെ നാം ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതെങ്കിൽ ഒരു സെർട്ടൈൻ ടൈം ഇന്റർവെൽ മാത്രം ആ ത്രെഡ് ബ്ലോക്ക്ഡ് സ്റ്റേറ്റിൽ നിൽക്കുകയും ആ ടൈം ഇന്റർവെൽ ഇലാപ്സ്ഡ് ആയി കഴിഞ്ഞാൽ അത് തിരിച്ച് റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അതായത് സ്ലീപ്പ് എന്ന മെത്തേഡ് ഉപയോഗിച്ച് 10 മില്ലി സെക്കൻഡ് ആണ് ഒരു ത്രെഡിനെ ബ്ലോക്ക്ഡ് സ്റ്റേറ്റിൽ നാം നിർത്തുന്നതെങ്കിൽ ആ 10 മില്ലി സെക്കൻഡ് കഴിഞ്ഞാൽ ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലുള്ള ആ ത്രെഡ് ഓട്ടോമാറ്റിക്കലി റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അതേസമയം വെയിറ്റ് എന്ന മെത്തേഡ് ഉപയോഗിച്ചാണ് ഒരു ത്രെഡിനെ നാം ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതെങ്കിൽ നോട്ടിഫൈ എന്ന മെത്തേഡ് ഉപയോഗിച്ചാൽ മാത്രമേ അതിനെ റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഒരു ത്രെഡ് ഏത് സ്റ്റേറ്റിലായിരുന്നാലും അതിൻ്റെ സ്റ്റോപ്പ് എന്ന മെത്തേഡിനെ കോൾ ചെയ്യുകയാണെങ്കിൽ ആ ത്രെഡ് ഡെഡ് സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഒരു ത്രെഡ് ഡെഡ് സ്റ്റേറ്റിലാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ത്രെഡിൻ്റെ ലൈഫ് സൈക്കിൾ അവസാനിച്ചു കഴിഞ്ഞു. പിന്നീട് ഒരിക്കലും ആ ത്രെഡിനെ മറ്റൊരു സ്റ്റേജസിലേക്കും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്നതല്ല. അതായത് ത്രെഡ് കിൽ ചെയ്യപ്പെട്ട് കഴിഞ്ഞു, ഇനി അതിനെ ആക്സസ് ചെയ്യുക എന്നത് ഒരു ഇൻവാലിഡ് ഓപ്പറേഷൻ ആണ് എന്ന്. ഇനി നമുക്ക് ഈ 5 സ്റ്റേറ്റ്സും ഒന്ന് ഡീറ്റെയിൽഡായി ഡിസ്കസ് ചെയ്യാം. ത്രെഡിൻ്റെ ഒന്നാമത്തെ സ്റ്റേറ്റ് ആണ് ന്യൂ ബോൺ സ്റ്റേറ്റ്. സാധാരണ രീതിയിൽ ത്രെഡ് എന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നാം ജാവയിൽ ത്രെഡ് ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെ ത്രെഡ് എന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ത്രെഡ് ബോൺ ചെയ്യപ്പെടുകയും അത് ന്യൂ ബോൺ സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യും. ന്യൂ ബോൺ സ്റ്റേറ്റിലുള്ള ഒരു ത്രെഡിൻ്റെ മേലെ നമുക്ക് 2 ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യാൻ പറ്റുക. ഒന്നാമത്തെ കാര്യം, അതിനെ സ്റ്റാർട്ട് മെത്തേഡ് ഉപയോഗിച്ച് റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റോപ്പ് എന്ന മെത്തേഡ് ഉപയോഗിച്ച് ആ ത്രെഡിനെ കിൽ ചെയ്യുക. ഈ 2 കാര്യങ്ങൾ ഒഴികെ മറ്റേതെങ്കിലും കാര്യം അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെത്തേഡാണ് നാം ന്യൂ ബോൺ സ്റ്റേറ്റിലുള്ള ഒരു ത്രെഡിൻ്റെ മേലെ പെർഫോം ചെയ്യുന്നതെങ്കിൽ
അതൊരു ഇൻവാലിഡ് ഓപ്പറേഷൻ ആയിരിക്കും. കൂടാതെ അതൊരു എക്സെപ്ഷൻ ത്രോ ചെയ്യുകയും ചെയ്യും. ഒരു ത്രെഡ് റണ്ണബിൾ സ്റ്റേറ്റിലാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ത്രെഡ് എക്സിക്യൂഷന് റെഡിയായി കഴിഞ്ഞു, ഇനി പ്രോസസ്സർ അതിന് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുക മാത്രമേ വേണ്ടൂ. അത് ചെയ്തു കഴിഞ്ഞാൽ അതിന് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാം. റണ്ണബിൾ സ്റ്റേറ്റിലുള്ള ഓരോ ത്രെഡും ഒരു ത്രെഡ് ക്യൂവിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓരോ പുതിയ ത്രെഡ് വരുംതോറും അത് ഈ ത്രെഡ് ക്യൂവിൻ്റെ റിയർ സൈഡിൽ ജോയിൻ ചെയ്യും. സാധാരണ രീതിയിൽ ഒരു ഷെഡ്യൂളറാണ് ഏത് ത്രെഡാണ് കറന്റ്ലി എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. റൗണ്ട് റോബിൻ ഫാഷനിലുള്ള ഒരു ഷെഡ്യൂളിംഗ് അൽഗോരിതമാണ് നമ്മുടെ ഷെഡ്യൂളർ ഉപയോഗിക്കുക. എല്ലാ ത്രെഡ്സിനും ഈക്വൽ പ്രയോറിറ്റി ആണുള്ളതെങ്കിൽ ഓരോ ത്രെഡിനും ഒരു സെർട്ടേൺ ടൈം സ്ലൈസ് എക്സിക്യൂഷന് വേണ്ടി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഒരു ത്രെഡിന് ടൈം സ്ലൈസ് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ത്രെഡ് അതിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. ഒന്നുകിൽ ആ ത്രെഡ് ആ ടൈം സ്ലൈസിനുള്ളിൽ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ ത്രെഡ് ടൈം സ്ലൈസ് ഇലാപ്സ് ആയി കഴിഞ്ഞാൽ, അതായത് അലോക്കേറ്റ് ചെയ്ത ടൈം കഴിഞ്ഞാൽ നമ്മുടെ ത്രെഡ് ക്യൂവിൻ്റെ പിന്നിൽ വീണ്ടും ജോയിൻ ചെയ്യും. ഇങ്ങനെ സെയിം പ്രയോറിറ്റി ഉള്ള ഒന്നാമത്തെ ത്രെഡ് എക്സിക്യൂട്ട് ചെയ്ത ശേഷം ഷെഡ്യൂളർ രണ്ടാമത്തെ ത്രെഡ് എക്സിക്യൂട്ട് ചെയ്യും. എഗെയിൻ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ ത്രെഡ് ക്യൂവിൻ്റെ പിന്നിൽ അത് അപ്പൻഡ് ആവും. എപ്പോഴെങ്കിലും ഒരു ഹൈ പ്രയോറിറ്റി ഉള്ള ത്രെഡാണ് വരുന്നതെങ്കിൽ ഷെഡ്യൂളർ ആ ഹൈ പ്രയോറിറ്റി ഉള്ള ത്രെഡിന് CPU-യുടെ അറ്റൻഷൻ ഇമ്മീഡിയറ്റ്ലി ട്രാൻസ്ഫർ ചെയ്യും. ഈ ഷെഡ്യൂളിങ്ങിനെയാണ് നാം റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ഒരു ത്രെഡിനെ അതിൻ്റെ ടൈം സ്ലൈസ് കഴിയുന്നതിന് മുമ്പ് റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഈൽഡ് എന്ന മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈൽഡ് എന്ന മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റണ്ണിങ് സ്റ്റേറ്റിലുള്ള ത്രെഡ് തിരിച്ച് റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അതായത് നമ്മുടെ ത്രെഡ് ക്യൂവിൻ്റെ റിയർ സൈഡിൽ അത് ജോയിൻ ചെയ്യും. ഇതിൻ്റെ പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ നാം കൊടുത്തിരിക്കുന്നു. ഇതിൽ റണ്ണബിൾ സ്റ്റേറ്റിൽ നമുക്ക് 3 ത്രെഡ്സ് ഉണ്ട്. ഇവ മൂന്നിനും സെയിം പ്രയോറിറ്റി ആയതിനാൽ ത്രെഡ് ക്യൂവിലെ ഒന്നാമത്തെ ത്രെഡിന് CPU അറ്റൻഷൻ ലഭിക്കുകയും അത് റണ്ണിങ് സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യും. ഈ റണ്ണിങ് സ്റ്റേറ്റിലുള്ള ത്രെഡിൻ്റെ മുകളിൽ നാം ഈൽഡ് മെത്തേഡ് കോൾ ചെയ്യുകയാണെങ്കിൽ അത് റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് തിരിച്ച് റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അഥവാ CPU കൊടുത്ത ടൈം സ്ലൈസിനുള്ളിൽ ആ ത്രെഡ് അതിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഡെഡ് സ്റ്റേറ്റിലേക്ക് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഒരു ത്രെഡ് അതിൻ്റെ എക്സിക്യൂഷൻ പെർഫോം ചെയ്യുന്ന സ്റ്റേറ്റ് ആണ് റണ്ണിങ് സ്റ്റേറ്റ്. റണ്ണിങ് സ്റ്റേറ്റിലാണ് ആ ത്രെഡിന് പ്രോസസ്സറിൻ്റെ അറ്റൻഷൻ ലഭിക്കുക. ഇങ്ങനെ ഓരോ ത്രെഡും അതിൻ്റെ ടാസ്ക് പെർഫോം ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഹയർ പ്രയോറിറ്റി ഉള്ള ത്രെഡ് വരികയാണെങ്കിൽ അത് പ്രീഎംപ്റ്റ് ചെയ്യപ്പെടുകയും പ്രോസസ്സറിൻ്റെ അറ്റൻഷൻ ഹൈ പ്രയോറിറ്റി ഉള്ള ത്രെഡിനെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യും. റണ്ണിങ് സ്റ്റേറ്റിലുള്ള ഒരു ത്രെഡിനെ സ്റ്റോപ്പ് എന്ന മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഡെഡ് സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഓരോ ത്രെഡിനും ഒരു സ്പെസിഫിക് ടൈം സ്ലൈസ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാകും. ആ ടൈം സ്ലൈസിനുള്ളിൽ ആ ത്രെഡ് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് അഗെയിൻ റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. റണ്ണിങ് സ്റ്റേറ്റിലുള്ള ഒരു ത്രെഡിനെ 3 രീതിയിൽ നമുക്ക് പ്രീഎംപ്റ്റ് ചെയ്യാവുന്നതാണ്. ഒന്നാമത്തേത് സസ്പെൻഡ് മെത്തേഡ് ഉപയോഗിച്ച് ത്രെഡിനെ ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. സസ്പെൻഡ് മെത്തേഡ് ഉപയോഗിച്ച് ത്രെഡിനെ ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നോട്ട് റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ റെസ്യൂം മെത്തേഡ് ഉപയോഗിച്ച് അതിനെ തിരിച്ച് റണ്ണബിൾ സ്റ്റേറ്റിലാക്കുന്നത് വരെ അത് ബ്ലോക്ക്ഡ് സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. അതായത് ഒരു ത്രെഡിൻ്റെ എക്സിക്യൂഷൻ ഏതെങ്കിലും കാരണവശാൽ നമുക്ക് പോസ്റ്റ്പോണ്ട് ചെയ്യണമെങ്കിൽ സസ്പെൻഡ് എന്ന മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സസ്പെൻഡ് എന്ന മെത്തേഡ് ഉപയോഗിച്ച് ഒരു ത്രെഡിനെ ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ റെസ്യൂം എന്ന മെത്തേഡ് ഉപയോഗിച്ച് അതിനെ ആക്റ്റീവ് ആക്കുന്നത് വരെ അത് ബ്ലോക്ക്ഡ് സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. രണ്ടാമത്തെ മെത്തേഡാണ് സ്ലീപ്പ് മെത്തേഡ് ഉപയോഗിച്ച് ത്രെഡിനെ ഒരു സ്പെസിഫിക് ടൈം ബ്ലോക്ക്ഡ് സ്റ്റേറ്റിൽ നിലനിർത്തുക എന്നത്. സ്ലീപ്പ് എന്ന മെത്തേഡ്
ഒരു ആർഗ്യുമെന്റ് ആണ് സ്വീകരിക്കുന്നത്. ആ ആർഗ്യുമെന്റ് എത്ര മില്ലി സെക്കൻഡ് ആണ് ആ ത്രെഡിനെ നാം ബ്ലോക്ക്ഡ് സ്റ്റേറ്റിൽ നിലനിർത്തേണ്ടത് എന്നതാണ്. നാം എത്ര മില്ലി സെക്കൻഡ് ആണോ സ്ലീപ്പ് എന്ന ഫംഗ്ഷന്റെ ആർഗ്യുമെന്റായി പ്രൊവൈഡ് ചെയ്യുന്നത്, അത്രയും സമയം ആ ത്രെഡ് ബ്ലോക്ക്ഡ് സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. നാം കൊടുത്ത ടൈം കഴിഞ്ഞാൽ ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലുള്ള ആ ത്രെഡ് തിരിച്ച് റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അതിൻ്റെ ഫിഗർ താഴെ കൊടുത്തിരിക്കുന്നു. റണ്ണബിൾ സ്റ്റേറ്റിലുള്ള ത്രെഡിനെ നാം സ്ലീപ്പ് ഓഫ് ടി എന്ന മെത്തേഡ് ഉപയോഗിച്ച് ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എത്ര സമയമാണോ നാം കൊടുത്തത് ആ സമയം കഴിഞ്ഞ ശേഷം ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലുള്ള ത്രെഡ് ഓട്ടോമാറ്റിക്കലി റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. റണ്ണബിൾ സ്റ്റേറ്റിൽ നിന്ന് സി പി യുടെ അറ്റൻഷൻ എപ്പോഴാണോ ലഭിക്കുന്നത് ആ സമയത്ത് അത് റണ്ണിങ് സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ചില സമയങ്ങളിൽ ഒരു ത്രെഡിനെ ഏതെങ്കിലും ഒരു ഇവന്റ് ഒക്കർ ചെയ്യുന്നത് വരെ വെയിറ്റിംഗ് സ്റ്റേറ്റിൽ നിർത്തേണ്ടി വരും. അതിനു വേണ്ടിയാണ് വെയിറ്റ് എന്ന മെത്തേഡ് നാം യൂസ് ചെയ്യുന്നത്. വെയിറ്റ് എന്ന മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ റണ്ണിങ് സ്റ്റേറ്റിലുള്ള നമ്മുടെ ത്രെഡ് ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഇനി തിരിച്ച് വെയിറ്റിംഗ് സ്റ്റേറ്റിൽ നിന്ന്, അതായത് ബ്ലോക്ക്ഡ് സ്റ്റേറ്റിൽ നിന്ന് റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നോട്ടിഫൈ എന്ന മെത്തേഡ് നാം ഉപയോഗിക്കണം. അതായത് ഒരു ത്രെഡ് ഏതെങ്കിലും ഒരു ഇവന്റ് ഒക്കർ ചെയ്യുന്നത് വരെ നമുക്ക് ബ്ലോക്ക് ചെയ്യണം. ഇതിനു വേണ്ടി വെയിറ്റ് എന്ന മെത്തേഡ് നാം ഉപയോഗിക്കുന്നു. വെയിറ്റ് എന്ന മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റണ്ണിങ് സ്റ്റേറ്റിലുള്ള ത്രെഡ് ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. നമുക്ക് ആവശ്യമുള്ള ഇവന്റ് ഒക്കർ ചെയ്ത ശേഷം നോട്ടിഫൈ എന്ന മെത്തേഡ് കോൾ ചെയ്യുകയാണെങ്കിൽ ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലുള്ള ആ ത്രെഡ് റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ത്രെഡിന്റെ നാലാമത്തെ സ്റ്റേറ്റ് ആണ് ബ്ലോക്ക്ഡ് സ്റ്റേറ്റ്. ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലുള്ള ഒരു ത്രെഡിന് നാം തൊട്ടു മുമ്പ് പറഞ്ഞ വഴികളിലൂടെ അല്ലാതെ യാതൊരു രീതിയിലും റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുകയില്ല. അതായത് ആ ത്രെഡിനെ സി പി യുടെ അറ്റൻഷൻ ലഭിക്കുന്നതിൽ നിന്നും നാം പ്രിവെന്റ് ചെയ്തിരിക്കുന്നു എന്ന്. ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലുള്ള ത്രെഡിനെ നമുക്ക് നോട്ട് റണ്ണബിൾ ത്രെഡ് അല്ലെങ്കിൽ ഐഡിയൽ സ്റ്റേറ്റിലുള്ള ത്രെഡ് എന്നും പറയാവുന്നതാണ്. ഒരു ത്രെഡിന്റെ ലൈഫ് സൈക്കിളിലെ അവസാനത്തെ സ്റ്റേജ് ആണ് ഡെഡ് സ്റ്റേറ്റ്. ഒരു ത്രെഡ് അതിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സ്റ്റേറ്റ് ആണ് ഡെഡ് സ്റ്റേറ്റ്. അതിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ത്രെഡിൻ്റെ റൺ മെത്തേഡിലുള്ള പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു എന്നാണ്. ഒരു ത്രെഡിൻ്റെ മേലെ എപ്പോഴെങ്കിലും സ്റ്റോപ്പ് മെത്തേഡ് കോൾ ചെയ്യുകയാണെങ്കിൽ ആ ത്രെഡ് ഡെഡ് സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഇത് ത്രെഡ് ലൈഫ് സൈക്കിളിൻ്റെ ഡിഫറൻ്റ് ആയ ഒരു പിക്ചറാണ്. ആദ്യം ത്രെഡ് ന്യൂ ബോൺ സ്റ്റേറ്റിലെത്തുന്നു. അവിടെ നിന്ന് സ്റ്റാർട്ട് മെത്തേഡ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് റണ്ണബിൾ സ്റ്റേറ്റിലെത്തുന്നു. റണ്ണബിൾ സ്റ്റേറ്റിലുള്ള ത്രെഡിനെ സി പി യു സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് റണ്ണിങ് സ്റ്റേറ്റിലെത്തുന്നു. റണ്ണിങ് സ്റ്റേറ്റിലുള്ള ഒരു ത്രെഡിനെ തിരിച്ച് റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഈൽഡ് മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു ത്രെഡ് അതിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടെർമിനേറ്റ് ചെയ്യപ്പെടും, അതായത് ഡെഡ് സ്റ്റേറ്റിലെത്തും. സ്ലീപ്പ് എന്ന മെത്തേഡ് ഉപയോഗിച്ച് അതിനെ സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു ടൈംഡ് വെയിറ്റിംഗ് എന്ന സ്റ്റേറ്റിലെത്തുന്നു. എപ്പോഴാണോ സ്ലീപ്പ് ഇൻ്റർവൽ കഴിയുന്നത് അത് തിരിച്ച് റണ്ണബിൾ സ്റ്റേറ്റിൽ തന്നെ എത്തുന്നു. വെയിറ്റ് എന്ന മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ത്രെഡ് ഒരു വെയിറ്റിംഗ് സ്റ്റേറ്റിലെത്തുന്നു. നോട്ടിഫൈ അല്ലെങ്കിൽ നോട്ടിഫൈ ഓൾ എന്ന മെത്തേഡ് ഉപയോഗിച്ച് അതിനെ തിരിച്ച് റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഏതെങ്കിലും കാരണവശാൽ ഒരു IO റിക്വസ്റ്റ് ത്രെഡിനുള്ളിൽ വരികയാണെങ്കിൽ ആ ത്രെഡ് ആ IO റിക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ആ IO റിക്വസ്റ്റ് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ അത് തിരിച്ച് റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. തൊട്ടു മുമ്പത്തെ ഡയഗ്രമായി ചെറിയൊരു വ്യത്യാസമുണ്ടെന്ന് മാത്രം. നിങ്ങൾ ആദ്യത്തെ ഡയഗ്രാം പഠിച്ചാൽ മതി. ഇതിൽ ടൈംഡ് വെയിറ്റ്, വെയിറ്റിംഗ് സ്റ്റേറ്റ് അതൊക്കെ നാം ആദ്യത്തെ ഫിഗറിൽ ബ്ലോക്ക്ഡ് സ്റ്റേറ്റ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഈ രീതിയിലും ത്രെഡ് ലൈഫ് സൈക്കിളിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാവുന്നതാണ്. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. താങ്ക് യു ഓൾ.